ശ്രീ പദ്ധതി വിഡിയും മോദിയും തമ്മിലുള്ള ഡീലാണെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ.പി. രാജേന്ദ്രൻ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ സിപിഐ ചേർപ്പ് മണ്ഡലം കമ്മിറ്റി ചേർപ്പ് സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും 9 സിലിണ്ടർ സൗജന്യമായി എല്ലാ വീടുകളിലേക്കും നൽകും. അതാണ് പദ്ധതി. അത് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതിയാണ്. അത് രാജ്യം മുഴുവൻ വലിയ പരസ്യം നൽകി, ജനങ്ങളെ വലിയ തോതിൽ പരസ്യം നൽകി ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലാണ് അവരെ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ വീട്ടിൽ ഇതിന് സിലിണ്ടറും അമിത്ഷായിട്ട് കൂടി നിൽക്കുന്ന ചിത്രപ്പോഴും മനസ്സിലുണ്ട്. അവർ വലിയ പദ്ധതിയാണ് അവർ പ്രഖ്യാപിച്ചത്. അന്ന് സിലിണ്ടറിന് 300 ചില്ലാനോ മറ്റോ വിലയുള്ളൂ. ഒരു ഗ്യാസ് സിലിണ്ടർ വീട്ടിലേക്കുള്ളൊരു സിലിണ്ടറിൻ്റെ വില 400 താഴെയാണ്. ആ സമയത്താണ് അവരത് പ്രഖ്യാപിച്ചത്. അപ്പോൾ 9 സിലിണ്ടർ ഫ്രീ ആണ്, സൗജന്യമായി പാവപ്പെട്ട എല്ലാ വീടുകളിലേക്ക് സ്ത്രീകൾ അവരെ ഉള്ള ഒരു വലിയ സ്ത്രീകൾക്ക് സഹായകരമായി കുടുംബങ്ങളെ സഹായിച്ചു കൊണ്ടുവരുന്ന പദ്ധതി. ഇപ്പോൾ ഗ്യാസിൻ്റെ വില എത്ര, പാചകവാതകത്തിൻ്റെ വില എത്ര, ഞാനതൊന്നും ഈ സമയത്തിൽ പറയേണ്ടതല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എത്രയാണ് ഇപ്പോൾ ആ പദ്ധതിയുടെ സ്ഥിതി എന്തായി? 9 സിലിണ്ടർ സൗജന്യമായി കൊടുത്ത് നടപ്പാക്കിയ പദ്ധതിയിൽ ഇപ്പം 5 സിലിണ്ടർ 4 എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം അത് തീരെ ഇല്ലാതെയാവും. അപ്പം ജനങ്ങളെ കബളിപ്പിക്കാൻ ഇതുപോലുള്ള കൃഷിക്കാരെ കബളിപ്പിക്കുന്ന പദ്ധതി, സ്ത്രീകളെ കബളിപ്പിക്കുന്ന പദ്ധതി, വൃദ്ധരായ ജനങ്ങളെ കബളിപ്പിക്കുന്ന പദ്ധതി, വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്ന പദ്ധതി, ചെറുപ്പക്കാരെ തൊഴിൽ നേടുന്ന ചെറുപ്പക്കാരെ ധാരാളം കബളിപ്പിക്കൽ പദ്ധതികൾ കൊണ്ടുവന്നു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള നീക്കം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്നും ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണെന്നും കെ.പി. രാജേന്ദ്രൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സിപിഐ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി കെ. ജോബി അധ്യക്ഷനായി. ജില്ലാ കൌൺസിൽ അംഗം കെ. രാജേന്ദ്രബാബു, M. നാരായണദാസ്, KM. ജയദേവൻ, TB ഷാജി, സുഭാഷ് മാരാത്ത, ES പ്രതീഷ്, PR കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ സമരപരിപാടികൾ ശക്തമാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലത്തിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിലെ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു.